മെർസൈഡസ് ബെൻസ് GLA ഗ്ലോബലിയും ഇന്ത്യയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് GLA എന്ന് പറയുന്നത് മെർസിഡസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാലും നല്ല നമ്പേഴ്സ് ഇന്ത്യയിൽ വിറ്റു. അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ വന്നു. സെക്കൻഡ് ജനറേഷൻ ആദ്യമായി ഞാൻ കാണുന്നത് 2020 ഓട്ടോ എക്സ്പോയിൽ വെച്ചിട്ടാണ്. അതിനുശേഷം 2021 സെക്കൻഡ് ജനറേഷൻ GLA അവർ ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് മോഡൽ സെക്കൻഡ് ജനറേഷൻ GLAയുമായിട്ട് വന്നിരിക്കുകയാണ് മെർസിഡസ് ബെൻസ്. അതാണ് ഇന്ന് നമ്മൾ പൈലറ്റ് ഓൺ വീൽസിൽ റിവ്യൂ ചെയ്യുന്നത്. മെർസിഡസ് ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രി ലെവൽ SUV എന്ന രീതിയിലാണ് GLA ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേഡി ഡ്രൈവേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നൊരു വാഹനവുമാണിത്. സോ ടോട്ടൽ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഏകദേശം ഈ ഒരു സെക്കൻഡ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14,000 യൂണിറ്റ്സ് ഓൾറെഡി വിറ്റിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 15% ലേഡി ഡ്രൈവേഴ്സാണ്. 15% നോക്കിക്കഴിഞ്ഞാൽ ലേഡി ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ 85% ആണുങ്ങൾ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് വളരെ മിനിമലാണ്. ആ ഒരു ചേഞ്ചസ് വരുന്ന മെയിനായിട്ട് വരുന്ന ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയാണ് വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ ഐബ്രോ യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സും കാണാം. സോ കംപ്ലീറ്റ് ഡിസൈൻ ഹെഡ്ലൈറ്റിൻ്റെ മാറിയിട്ടുണ്ട്. ഗ്രില്ലിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഗ്രില്ലിലുള്ളത്. നടുക്ക് ഒരു ഫുൾ സൈസ് മെർസിഡസിന് 3-point സ്റ്റാർ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ബമ്പർ ഡിസൈൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഡിസൈൻ, ഈ ഒരു യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ്, അതുപോലെ തന്നെ ഈ ഒരു പാർട്ടും എല്ലാം ബോഡി കളറിൽ വന്നിട്ടുണ്ട്. താഴെ ഒരു ക്രോം ഫിനിഷിൽ അതിൻ്റെ ലിപ്പും വന്നിട്ടുണ്ട്. സോ ഓവറോൾ ബമ്പർ ഡിസൈൻ, ഹെഡ്ലൈറ്റ് ഡിസൈൻ ആണ് മെയിനായിട്ടും ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലിൽ പുതിയ GLAയിൽ വന്നിരിക്കുന്നത്. മെർസിഡസിൻ്റെ സൈഡ് പ്രൊഫൈൽ പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് 2 വേരിയൻസ് ആണ് പറയാനുള്ളത്. 2 വേരിയൻസിലാണ് പുതിയ GLA വരുന്നത്. GLA പ്രോഗ്രസീവ് എന്ന് പറയുന്ന വേരിയൻറ്റും അതുപോലെ തന്നെ AMG വേരിയൻറ്റും. ഇങ്ങനെ 2ലാണ്. പ്രോഗ്രസീവിൽ മാത്രമായിരിക്കും പെട്രോൾ വേരിയൻറ്റ് കിട്ടുക. പ്രോഗ്രസീവിലും AMG വേരിയൻറ്റിലും നമുക്ക് ഡീസൽ വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. എന്നാണെങ്കിൽ ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഈ ഒരു വീൽ സൈസിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഇപ്പോൾ AMG വീൽസാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ AMG ഡീസൽ വേരിയൻറ്റിൽ നമുക്കിപ്പോൾ 19-inch വീൽസ് കിട്ടുന്നുണ്ട്. ടോപ്പ് ഇൻ വേരിയൻ്റ് ആയ AMGയിൽ 19-inch വീൽസാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള, അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൽ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും ആ ഒരു ക്ലാഡിങ് വരുന്നത്. അതിന് പകരം ഇപ്പോൾ ബോഡി കളർ വരുന്നുണ്ട്. താഴെ ബ്ലാക്ക് തന്നെ വരുന്നുണ്ട്. ബ്ലാക്കും ക്രോമും ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ബോഡി കളർ വന്നിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡ് പ്രൊഫൈൽ നോക്കിയാലില്ല. കുറച്ചും കൂടി ഒരു റൗണ്ടഡ് ഒരു ക്രോസ് ഓവർ കൈൻഡ് ഓഫ് ഫീലാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുന്നത് കിട്ടുന്നത്. എന്താണെങ്കിലും അതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. അതുപോലെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എക്സെപ്റ്റ് ഫോർ ദ ബമ്പർ. ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയാൻ പറ്റുന്നത്. ഡ്യുവൽ എക്സോസ്റ്റിൽ ഒരെണ്ണം ഫേക്കാണ്. സോ ഡ്യുവൽ എക്സോസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നടുക്ക് ഡിഫ്യൂസർ സ്റ്റൈലിങ്ങും വന്നിട്ടുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നും സൈഡ് പ്രൊഫൈലില്ല. യെസ്, ടെയിൽ ലാമ്പിൽ വ്യത്യാസങ്ങളുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ബൂട്ട് സ്പേസ് വരുന്നത് 425 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നോർമലി ആ ഒരു സ്പെയർ വീലൊക്കെ മുകളിലിരുന്ന് ഒരുപാട് സ്പേസ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കരുതുന്നത് എല്ലാവരും. കാരണം GLAയിൽ ഫസ്റ്റ് ജനറേഷൻ GLAയിൽ സ്പെയർ വീൽ ഇരുന്നത് ഫസ്റ്റ് ജനറേഷൻ GLA എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു വാഹനമായിരുന്നു. ഡ്രൈവിംഗ് ഭയങ്കര സുഖമുള്ള, എനിക്ക് ഡ്രൈവിംഗ് അത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു എനിക്ക് ഫസ്റ്റ് ജനറേഷൻ GLA. പക്ഷെ അതിനുണ്ടായിരുന്നൊരു പ്രോബ്ലം ബൂട്ട് സ്പേസ് കുറേ അതിൻ്റെ സ്പെയർ വീല് കാരണം പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്പെയർ വീല് താഴെ വെച്ചിട്ടുണ്ട്. ഫുൾ സൈസ് അല്ല വന്നിരിക്കുന്നത്. 19-inch തന്നെയാണെങ്കിലും ഫുൾ സൈസ് അല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സ്പെയർ വീൽ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ 40-40-20 എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് സീറ്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സോ 425 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് പുതിയ ഫേസ് ലിഫ്റ്റ് GLAയിൽ ലഭിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് ലിഡും ഇപ്പോൾ GLAയിൽ വരുന്നുണ്ട്. ഈ ഒരു ബ്ലൂ കളറ് എനിക്ക് ഇന്നലെ വാഹനം കൊണ്ടേ തന്ന സമയത്ത്, എനിക്ക് മെർസിഡസ് ഈ വാഹനം കൊണ്ടുവന്ന് റിവ്യൂ ചെയ്യാൻ തന്ന സമയത്ത് ഈ കളർ എന്നെ വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബ്ലൂ കളർ. ഞാൻ ഇതുവരെ GLAയിൽ കാണാത്തൊരു കളറുമാണ്. ആകെയുള്ളത് 5 കളേഴ്സാണ്. അതിൽ ഈ ബ്ലൂ പുതിയ കളർ, അതുകൂടാതെ വൈറ്റ്, സിൽവർ, ബ്ലാക്ക്, ഗ്രേ എന്നീ 5 കളേഴ്സായിരിക്കും GLAയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാണാം. കീലെസ് എൻട്രി ആണ്, സെൻസർ ഉണ്ട്. അതുകൊണ്ട് കീ നമ്മുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം ഓപ്പൺ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഫീച്ചർ കയറുമ്പോൾ തന്നെ കിട്ടുന്നത്. കംപ്ലീറ്റ് ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിസൈൻ നമ്മൾ GLA കണ്ടു തന്നെയാണ്. ബട്ട് ഐ ലൈക്ക് ദ ഹോൾ ബ്ലാക്ക് ലുക്ക്. എനിക്ക് എപ്പോഴും ബ്ലാക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. എനിക്ക് ആ ഒരു വേറെ ഏത് കളർ കോമ്പിനേഷനേക്കാൾ കൂടുതൽ ഇഷ്ടം ബ്ലാക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു
കാർബൺ ഫൈബർ ടച്ച്, അത് AMGയിലാണ് വരുന്നത്. ഈ AMGയിൽ നമുക്ക് ഈ ഒരു കാർബൺ ഫൈബർ ടച്ച് വരുന്നുണ്ട്. ടർബൈൻ ലൈക്ക് AC വെൻസ്, ഇതെല്ലാം ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ. GLAയുടെ ആ ഒരു അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു പ്രീമിയംനെസ് കാണിക്കുന്ന, പ്രീമിയംനെസ് ഫീൽ ചെയ്യിക്കുന്ന പല പോയിൻറ്റ്സ് ആണ് ഈ ഒരു കാർബൺ ഫൈബറും ഈ ഒരു ടർബൈൻ ലൈക്ക് ഫീലും എല്ലാം, അല്ലെങ്കിൽ ടർബൈൻ ലൈക്ക് എയർവെൻസും എല്ലാം. സോ ഞാൻ ഈ കളറിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള കാര്യം, പ്രോഗ്രസീവിൽ ഒരു ഡ്യുവൽ ടോൺ ആണ് കളർ വരുന്നത്. ഗ്രേ കളർ അല്ലെങ്കിൽ ആ ഒരു ബേജ് കളർ കോമ്പിനേഷനിലാണ് പ്രോഗ്രസീവിൽ വരുന്നത്. അത് AMGയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ബ്ലാക്കും ഈ ഒരു കാർബൺ ഫൈബറും വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടർബൈൻ ലൈക്കിൽ ഞാൻ പറഞ്ഞ പോലെ കാഴ്ചയിൽ മാത്രമല്ല, അതിൻ്റെ ആ റൊട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസും എല്ലാം ആ ഒരു ക്ലിക്ക് സൗണ്ട് വളരെ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടർബൈൻ ലൈക്ക് എയർവെൻസ് ആണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ സ്ക്രീൻ വരുന്നത് 10.25 ഇഞ്ചിൻ്റെ ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. അത് സിംഗിൾ പാനലിലാണ് വരുന്നത്, ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ പ്രീ ഫേസ് ലിഫ്റ്റിലും നമ്മൾ കണ്ടിരിക്കുന്ന സ്ക്രീൻ തന്നെയാണ്. ആ സ്ക്രീൻ ഒരു എടുത്ത് പറയേണ്ട മെർസിഡീസിൻ്റെ ഇപ്പോൾ A ക്ലാസ്സിലും എല്ലാം ഈ ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ്സ് എ ഗുഡ് സ്ക്രീൻ. സ്റ്റിയറിംഗിൽ ഞാൻ സൂപ്പർ ഹാപ്പിയാണ്, കാരണം AMG സ്റ്റിയറിംഗ് വന്നു. അതുപോലെ സ്പോക്സ് ആണെങ്കിലും 4 സ്പോക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പോക്സ് വരുന്ന പുതിയൊരു സ്റ്റൈലിംഗിൽ വന്ന സ്റ്റിയറിംഗ് വന്നപ്പോൾ ഈ ഒരു ഇതിനകത്ത് വരുന്ന കൺട്രോൾസ്, ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് കൂടുതലും ഒരു ടച്ച് സെൻസിറ്റീവ് ആണ് വരുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ടച്ച് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ടൺസ് ആയിരുന്നപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് അഡീഷൻ. സ്റ്റിയറിംഗ് ഫീൽസ് റിയലി നൈസ്. ആ ഒരു റെഡ് സ്റ്റിച്ചിങ് അതുപോലെ ലെതർ കവറിങ് എല്ലാം ഈ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം സെൻറ്റർ കൺസോളിലാണ്. സെൻറ്റർ കൺസോൾ വളരെ മിനിമലിസ്റ്റിക് ആയിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇവിടെ ഒരു ടച്ച് സെൻസിറ്റീവ് പാഡ് അല്ലെങ്കിൽ നമ്മുടെ പാം വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയി. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ബട്ടൺസ് ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡൈനമിക്കിൻ്റെ ഒരു ബട്ടൺ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ, വോളിയം കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കവർ മാറ്റിക്കഴിഞ്ഞാൽ വയർലെസ് ചാർജറിൻ്റെ പാഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ സി പോർട്ടിൻ്റെ ഒരു സ്പേസും അതുപോലെ തന്നെ 12 വോൾട്ട് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ വളരെ മിനിമലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ സെൻറ്റർ കൺസോൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ സ്റ്റോറേജ് സ്പേസ്, അതിനകത്തും സി പോർട്ട് ചാർജേഴ്സ് നൽകിയിട്ടുണ്ട്. സോ 3 സി പോർട്ട് ചാർജർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സീറ്റ്സ് ഭംഗിയായിട്ടുണ്ട്. AMG സീറ്റ്സ് ആണ് വരുന്നത്, ലെതർ സീറ്റ്സ് ആണ് വരുന്നത്, റെഡ് സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു വെന്റിലേറ്റഡ് സീറ്റ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ വാഹനത്തിലും വെന്റിലേറ്റഡ് സീറ്റ് കൊടുക്കുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ് ഒരു ആവശ്യവുമായിട്ട് ഇത്രയും പൈസ മുടക്കുമ്പോൾ ഒരു വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഒരു ആവശ്യവും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ആ ഒരു ഫീലല്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, ഇതൊരു സോഫ്റ്റ് ലെതർ ഫീലാണ്. ഇവിടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അതും കൂടെ വേണമെങ്കിൽ സോഫ്റ്റ് ആക്കായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതിൻ്റെ ടോപ്പിൽ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഡോർ പാഡിലാണെങ്കിലും ആ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കൺട്രോൾസ് 3 മെമ്മറി സ്വിച്ചസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കൺട്രോൾസ് എല്ലാം ഇവിടെയാണ്. സോ ഓവറോൾ ആ ഒരു മെർസിഡീസിൻ്റെ ക്ലാസും പ്രീമിയംനെസ്സും ഡെഫിനറ്റ്ലി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. MBUX സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. MBUX സിസ്റ്റം നമ്മൾ നേരത്തെ തൊട്ട് മെർസിഡീസിൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിപ്പോൾ ഈ ഒരു പുതിയ GLAയിൽ വന്നിരിക്കുന്ന MBUXൻ്റെ പുതിയ സോഫ്റ്റ്വെയർ, അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. NTG7 എന്നാണ് ആ സോഫ്റ്റ്വെയറിനെ വിളിക്കുന്നത്. ഇതിനകത്തിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ്, ആപ്പിൾ കാപ്ലേയും വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോൾ 360 ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ്, അതായത് അഡാസ് ലെവൽ 1 ആണ് ഇപ്പോഴും ഇതിനകത്ത് വരുന്നത്. ലെവൽ 2ലേക്ക് പോയിട്ടില്ല. അഡാസ് ലെവൽ 1ൽ നമുക്ക് ബ്രേക്ക് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പല വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഈ ഒരു അഡാസ് ലെവൽ 1 ആയാൽ പോലും ഇന്ത്യൻ റോഡ്സിന് എത്രമാത്രം അത് ഹെൽപ്ഫുൾ ആണ് എന്നുള്ള കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഈ ഒരു ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഡീഫോൾട്ടായിട്ട് ഓണായിട്ടാണ് വരുന്നത്. അപ്പം എപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറിയിരുന്നാലും അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, ഞാൻ സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ ചെയ്യുന്ന, ആദ്യമേ ഈ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഓഫ് ചെയ്തിടും. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ റോഡിൽ ആളുകൾ ഇടയ്ക്ക് വരുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ സൈഡിലുള്ളത് ഒരു റെഗുലർ കാര്യമാണ്. അത് ചിലപ്പോൾ കഴുത്തിനൊക്കെ പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. ഒരു സഡൻ ബ്രേക്ക് വരും. സോ എന്തുകൊണ്ട് ഡീഫോൾട്ടായിട്ട് ഈ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഓഫാക്കി നിർത്തിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഓണാക്കുന്നൊരു പ്രോസസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം എനിക്ക് മെർസിഡീസിനോട് ചോദിക്കാനുണ്ട്. കഴിയുമെങ്കിൽ അങ്ങനെ ആക്കുക. അല്ലെങ്കിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരും. ഓഫ് ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മീറ്റർ കൺസോളിൽ നമുക്ക് പല തീം നമുക്ക് ആഡ് ചെയ്യാം. സ്പോർട്ട്, അതുപോലെ തന്നെ സ്പോർട്ട് മോഡ്, ക്ലാസിക് മോഡ്, നാവിഗേഷൻ അസിസ്റ്റ്, ഇങ്ങനെയുള്ള ഓഫ് റോഡ് മോഡ്,
ഇതെല്ലാം നമുക്കിപ്പോൾ നമ്മുടെ മീറ്റർ കൺസോളിൽ നമുക്ക് സ്ക്രീനിൽ ലഭിക്കും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു പുതിയ സോഫ്റ്റ്വെയറിനെ പറ്റി പറയാനുള്ളത്. പിന്നെയുള്ളതിൻ്റെ സൺറൂഫാണ്. ഒരു ഡ്യുവൽ സൺറൂഫും ഇപ്പോൾ നമുക്ക് പുതിയ GLAയിൽ ലഭിക്കുന്നുണ്ട്. സോ ഒരു എൻട്രി ലെവൽ SUV എന്നുള്ള രീതിയിൽ ബാക്ക് സീറ്റ് കംഫർട്ട് അല്ലെങ്കിൽ ബാക്ക് സീറ്റ് സ്പേസ് ഭയങ്കര ഒരു കൺസേൺ ആയിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ GLA സംബന്ധിച്ചിടത്തോളം ബാക്ക് സീറ്റ് സ്പേസിങ്, ലെഗ് സ്പേസ് കുഴപ്പമില്ല. കാരണം ഇത് എൻ്റെ ഒരു പൊസിഷനിലാണ് ഞാൻ സീറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു 6 ഫീറ്റോളം എനിക്ക് പൊക്കമുണ്ട്. ഇപ്പോൾ എൻ്റെ പൊസിഷനിൽ ഞാൻ സീറ്റ് ഇട്ടിരിക്കുന്നു. ഇവിടെ സ്കൂപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എൻ്റെ കാല് മുട്ടുന്നോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം എനിക്ക് കാല് അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് റൂം ആണെങ്കിലും തെറ്റില്ല. ഒരു കൂപ്പേ ഫീൽ അല്ലെങ്കിൽ കൂപ്പേ സ്റ്റൈലിംഗ് ആണ് ഇതിൻ്റെ റൂഫിൻ്റെ ആയതുകൊണ്ട് തന്നെ ഹെഡ് റൂമിനും വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഡ്യുവൽ സൺ റൂഫിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. സോ ദർ ഇസ് നോട്ട് മച്ച് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ട്രാവൽ ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. 3 പേർ ഇരുന്നാൽ വളരെ ക്രാമ്പി ആയിപ്പോവും. സെൻറ്ററിൽ ഇരിക്കുന്ന ആളെ കുറച്ച് കഷ്ടപ്പെടും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ 2 പേർക്കെല്ലാം സുഖമായിട്ടിരിക്കാം. ഒരുപാട് പേര് പറഞ്ഞ ഒരു പ്രശ്നം ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് 2 പേരാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത്യാവശ്യം ഹാൻഡ് റെസ്റ്റ് വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ഈ സീറ്റ് ഫോൾഡ് ചെയ്യുന്നത് 40-40-20 എന്നുള്ള രീതിയിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് കിട്ടിയേ പറ്റൂ എന്നുള്ള ആളുകൾക്ക് ഇത് വയ്ക്കാം എന്നുള്ളതായിരിക്കും മെർസിഡീസ് ഒരു പക്ഷേ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ഹാൻഡ് റെസ്റ്റും കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് പോക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC-യുടെ വെൻറ്റ് മാത്രം നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡ്യുവൽ സോൺ AC ആണ് വന്നിരിക്കുന്നത്. ഇവിടെ AC-യുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 2 സീറ്റ് ടൈപ്പ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പഴയതിൽ ഈ ഒരു പോർട്ട് ഇവിടെ പോർട്ട് ഉണ്ടായിരുന്നുള്ള എനിക്ക് സംശയമുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് മോഡലിൽ ആ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ബാക്ക് സീറ്റിൽ പറയാനില്ല. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സീറ്റിൽ വേണമെങ്കിൽ ഒരു സൺ ബ്ലൈൻഡ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഒരുപാട് വാഹനങ്ങൾ അത് വരുന്നു. കോമ്പറ്റീറ്റേഴ്സ് നോക്കിയാൽ പോലും ആ ഒരു സൺ ബ്ലൈൻഡ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ആണ് ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ ഓക്കെയാണ്. തെറ്റില്ലാത്തൊരു ബാക്ക് സീറ്റ് സ്പേസ് നമുക്കിപ്പോൾ GLAയിൽ ലഭിക്കുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് GLA എൻട്രി ലെവൽ SUV എന്നുള്ള രീതിയിലാണ് മെർസിഡീസ് GLAനെ അവതരിപ്പിച്ചത്. ഫസ്റ്റ് ജനറേഷൻ മുതൽ ആ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത്. എൻട്രി ലെവൽ SUV GLA. ഇത് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇതിനകത്ത് 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 2 എഞ്ചിൻ ഓപ്ഷൻ പെട്രോളും ഡീസലും വരുന്നുണ്ട്. അതിൽ 2 വേരിയൻസുമാണ്. ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് എന്നുള്ളൊരു പറയുന്ന ഒരു വേരിയൻറ്റും അതുപോലെ AMG വേരിയൻറ്റും വരുന്നുണ്ട്. പ്രോഗ്രസീവ് എന്ന വേരിയൻറ്റിൽ മാത്രമായിരിക്കും പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആയിട്ട് വരിക. അപ്പം പ്രോഗ്രസീവിൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും അവൈലബിൾ ആയിട്ട് വരും. AMG വേരിയൻറ്റിൽ ഡീസൽ മാത്രമായിരിക്കും അവൈലബിൾ ആവുക. പ്രോഗ്രസീവിലെ പെട്രോൾ എഞ്ചിൻ വരുന്നത് 1.3 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 160 PS പവറാണ് അതിനകത്ത് വരുന്നത്. ഞാൻ പെട്രോൾ എഞ്ചിലേക്ക് ഒരുപാട് കയറുന്നില്ല. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് AMG വേർഷൻ, ഡീസൽ എഞ്ചിൻ വെച്ചിട്ടുള്ള AMG വേർഷനാണ്. ടോപ്പ് ദ ലൈൻ വരുന്നത് ഇപ്പോൾ AMG വേർഷനാണ്. ഇതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അതിൽ വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 190 bhp പവറും 400 Nm ടോർക്കുമാണ്. സോ ടോർക്കി എഞ്ചിനാണ്. ലോ എൻഡിൽ നോക്കിയാൽ തന്നെ ഒരു 1000-1500 തൊട്ട് ബ്യൂട്ടിഫുൾ ടോർക്ക്, നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ടോർക്ക് ഉള്ളതുകൊണ്ട് 400 Nm ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഡ്രൈവിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടോർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പല ഡ്രൈവ് മോഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ സ്വിച്ചസ് എല്ലാം, സെൻറ്റർ കൺസോൾ സ്വിച്ച് എല്ലാം കുറച്ചു. വളരെ മിനിമൽ ആയിട്ടുള്ള സ്വിച്ചസ് ആണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ പോലും ആ സ്വിച്ചിൽ ഒരെണ്ണം ഡൈനമിക് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്വിച്ചാണ്. അതിനകത്ത് ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. കംഫർട്ട്, ഈക്കോ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് റോഡ്, അത്രയും സ്വിച്ചസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഫ് റോഡ് മോഡ് ഫോമാറ്റിക് ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഓഫ് റോഡ് മോഡ് വരുന്നത് 50-50 എന്നുള്ള രീതിയിലാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോ ഫ്രണ്ടിലും റിയറിലേക്കും 50-50 എന്നുള്ള രീതിയിൽ നമുക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ 190 bhp പവർ ഉള്ളത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് ഓഫ് റോഡ് മോഡിൽ ഫോമാറ്റിക്കിൽ നമുക്ക് ലഭിക്കും. ഫോമാറ്റിക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് AMG വേർഷനിൽ ലഭിക്കുന്നുണ്ട്. ഡ്രൈവ് ഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്തൊരു മെയിൻ ഫാക്ടർ AMG വേരിയൻറ്റിൽ വരുന്നത് 19 ഇഞ്ച് വീൽസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പ്രോഗ്രസീവിൽ 18 ഇഞ്ച് ആണ് വരുന്നത്. പ്രോഗ്രസീവിലെ പെട്രോളിലും ഡീസലും നമുക്ക് 18 ഇഞ്ച് കിട്ടുന്നുള്ളൂ. AMG വേരിയൻ്റായ ഈ ഒരു ടോപ്പ് എൻഡ് ലൈൻ ഇതിനകത്ത് 19 ഇഞ്ച് വീൽസ് വന്ന് ഡ്രൈവിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഡ്രൈവ് കുറച്ചും കൂടെ സ്റ്റിഫറായി എന്നുള്ളൊരു ഫാക്ടർ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ഫണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി സ്റ്റെബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു നല്ല രീതിയിലുള്ള അൺഈവൻ റോഡ്സ് ഒക്കെയാണ്. ചെറിയ അൺഈവൻ റോഡ്സ് ആണെങ്കിൽ വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്ത് അതൊരു കംഫർട്ടിൽ അങ്ങ് പോകും. പക്ഷേ ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു എഡ്ജോ അല്ലെങ്കിൽ വലിയ കുഴിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അത് നമുക്ക് അകത്ത് ഫീൽ ചെയ്യും. ഒരു 19 ഇഞ്ച് വീൽസിൻ്റെയും അതുപോലെ സ്റ്റിഫർ സസ്പെൻഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫർ സൈഡിലായതുകൊണ്ട് അത് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഭയങ്കര രസമാണ്. കാരണം ഒരു ടേണൊക്കെ എടുക്കുന്ന ഹൈ സ്പീഡിലൊക്കെ ടേണൊക്കെ എടുക്കുന്ന സമയത്ത് വെൽ പ്ലാന്റഡ് ഫീലാണ്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവിൽ ലഭിക്കുന്നത്. സോ GLA കുറച്ചും കൂടി ഒരു ഡ്രൈവേഴ്സ് കാർ ആക്കി മാറ്റാനായിട്ട് ഈ ഒരു 19 ഇഞ്ച് വീൽസും ആ ഒരു സ്റ്റിഫ്നെസ്സും ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റിയറിങ്ങിൻ്റെ കാര്യമാണ്. സ്റ്റിയറിംഗ് ലൈറ്റ് ആണ് എങ്കിൽ പോലും AMG സ്റ്റിയറിംഗ് ആണ് വരുന്നത്, അതിനകത്ത് പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഇസ് ടു ഗുഡ്. ആ ഒരു സ്റ്റിയറിങ്ങൂടെ കൂടി ഞാൻ പറഞ്ഞ പോലെ ആ സ്റ്റിഫ്നെസ്സും ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഹെൽപ്പും കൂടെ കൂടി വരുമ്പോൾ ഡ്രൈവിംഗ് സോ മച്ച് ഓഫ് ഫൺ. ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ, ഡ്രൈവിംഗ് ഫണ്ണിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിയറിങ്ങും സസ്പെൻഷൻ സെറ്റപ്പും എല്ലാം വന്നിരിക്കുന്നത്. 190 bhp എന്ന് പറയുന്ന ആ ഒരു പവർ ശരിക്കും ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന വളരെ ലീനിയർ ആയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു സമയത്തും നമുക്ക് ആ ഒരു പവർ ലാഗോ ഡ്രോപ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആക്സിലറേഷൻ വേണ്ട സമയത്ത് ഒരു ജസ്റ്റ് മൂവ്സ് അപ്പ്. അത് വളരെ ക്ലിയർ ആണ് അതിൻ്റെ ഡ്രൈവിങ്ങിൽ. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു റെസ്പോൺസ് നമുക്ക് എൻജിൻ തരുന്നുണ്ട്. ഇറ്റ് ജസ്റ്റ് ക്ലൈംബ്സ് റിയലി വെൽ. സി ആ ഒരു പവർ ക്ലൈംബ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഞാൻ പറഞ്ഞ ആ ഒരു സസ്പെൻഷൻ്റെ അടി അതാണ്. ഒരു ഹാർഡ് എഡ്ജ് അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ ശരിക്കും നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റിഫ്നെസ് കാരണമാണ് 19-inch വീൽസും ആ ഒരു സ്റ്റിഫ്നെസ്സും കാരണം. പക്ഷേ ഡ്രൈവിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ വീല്. എന്താണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് 0 to 100 കമ്പനി പറയുന്നത് 7.4 seconds ആണ്. അത് ഡെഫിനറ്റ്ലി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ബിക്കോസ് ആ ഒരു ഇനീഷ്യൽ പുഷ്, ആ ഒരു ടോർക്കും എല്ലാം കൂടി വരുമ്പോൾ ഇറ്റ്സ് പെർഫോമൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ എഞ്ചിനൊപ്പം വരുന്ന ഒരു 8-speed DCT ഗിയർ ബോക്സ് ആണ്. ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാഡൽ ഷിഫ്റ്റും ഉണ്ട്. പാഡൽ ഷിഫ്റ്റ് റെസ്പോൺസ് ആക്ച്വലി നല്ലതാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. പാഡൽ ഷിഫ്റ്റ് റെസ്പോൺസും അതുപോലെ ഗിയർ ഷിഫ്റ്റിങ്ങും എല്ലാം വളരെ സ്മൂത്താണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ നേരത്തെ തൊട്ട് മെർസിഡീസിലും അതുപോലെ മറ്റു വാഹനങ്ങളും എല്ലാം 2 ലിറ്റർ എഞ്ചിൻ ഡീസലുള്ളതിനെല്ലാം നല്ല രീതിയിൽ മൈലേജ് ഉണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഈ GLAയിലും സാധിച്ചിട്ടുണ്ട്. 18.91 km/L ആണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. പക്ഷേ ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെയൊക്കെ അതിലും ഒക്കെ കൂടുതൽ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. പക്ഷെ എന്താണെങ്കിലും മിനിമം ഒരു 16 to 18 മൈലേജ് ഈ ഒരു GLA നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അഡാസ് ലെവൽ 1 ആണ് മെർസിഡീസ് ഇപ്പോഴും GLAക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു പരാതിയില്ല. കാരണം അഡാസ് എല്ലാ മാനുഫാക്ചറേഴ്സും അഡാസ് ലെവൽ 2 എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എത്രമാത്രം നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ധാരണയില്ല. കാരണം ഞാൻ അഡാസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന അഡാസിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ മേ ബി ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡാസിൽ എനിക്ക് ഉപയോഗമായിട്ട് വന്നിരിക്കുന്നത്. അത് ഉള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അല്ലാതെ വരുന്ന ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ്, ഇപ്പോൾ ഇതിനകത്ത് ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന സംഗതി എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം മെർസിഡീസിൽ മാത്രമല്ല ഏത് വാഹനത്തിലും ഈ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ റോഡ്സിൽ പല വാഹനങ്ങളും ഒക്കെ വാഹനങ്ങളും എല്ലാം തൊട്ടടുത്തൂടെയൊക്കെ പോകുന്ന വഴികളാണ് നമ്മൾ അമേരിക്കയിലെല്ലാം വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്യും. അപ്പം ഞാൻ ഇൻറ്റീരിയർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇത് ഓണായിട്ടാണ് വരുന്നത്. നമ്മളെപ്പോൾ എഞ്ചിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓണായി വരും. ഈ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഓഫായിട്ട് വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓൺ ആക്കിക്കോട്ടെ, അതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഒന്ന് മെർസിഡീസ് കാര്യമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എന്താണെങ്കിലും ഈ ഒരു കാര്യം ലെവൽ 1 ആണ് അഡാസ് എപ്പോഴും വരുന്നത്. ലെവൽ 2 വന്നാലാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എല്ലാം നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേണിംഗ് റേഡിയസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ടേണിംഗ് റേഡിയസ്, നല്ല രീതിയിലുള്ള ടേണിംഗ് റേഡിയസും ഇപ്പോൾ GLAക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫുൾ ടേൺ ഒക്കെ എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. GLA പ്രോഗ്രസീവ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 50.50 lakhs ആണ്. 50,50,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് പ്രോഗ്രസീവിന് വരുന്നത്. അത് ഒരു എൻട്രി ലെവൽ SUV എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് ആ ഒരു പ്രൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന AMG വേർഷൻ, ഡീസൽ എഞ്ചിൻ മാത്രമുള്ള AMG വേർഷൻ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 56.90 lakhs ആണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഇതാണ് ഒരു പ്രൈസ് ഗ്യാപ്പ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2 ലക്ഷം രൂപയോളം കൂടുതൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ. ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത് X1 ആണ്, BMW X1, അതുപോലെ തന്നെ Q3, Audi Q3, അതുകൂടാതെ ഒരു വോൾവോ XC40 നമുക്കിപ്പോൾ 3 കോമ്പറ്റീറ്റേഴ്സായിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ GLAക്കുണ്ട്. സോ ഒരു വേർഡിക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇത് കുറച്ചും കൂടി ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ കുറച്ചും കൂടി ഒരു ഡ്രൈവേഴ്സിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന രീതിയിൽ ബെറ്റർ ആയി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്.
എന്താണെങ്കിലും ആദ്യത്തെ ഫസ്റ്റ് ജനറേഷനേക്കാളും ബെറ്റർ ആയിരുന്നു സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ. ഇൻ മെനി ആസ്പെക്ട്സ് കുറച്ചും കൂടെ മോഡേൺ ആയി. പക്ഷേ ഇപ്പോൾ അതൊരു ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ ഓടിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയി എന്നുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ആ ഒരു 2 ലക്ഷം രൂപ കൂടിയത് 100% ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി കാറാക്കി അല്ലെങ്കിൽ ഡ്രൈവർ ഫ്രണ്ട്ലി GLA ആയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.